ഒറ്റയ്ക്ക് ആ ഒരു ടൗണിൽ ജീവിക്കുന്ന നമ്മുടെ കാരോൾ പതിയെ പതിയെ ആ ഒരു ജീവിതത്തോട് പൊരുത്തപ്പെട്ടു തുടങ്ങി. പുള്ളിക്കാരി അടുത്തുള്ള ഒരു പമ്പിൽ ചെന്നു അവരെ കോൺടാക്ട് ചെയ്ത് പമ്പ് നമ്പർ 1 ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ട പോലെ അവർ ചെയ്തു കൊടുത്തു. പിന്നീട് പുള്ളിക്കാരിക്ക് എനർജി ഡ്രിങ്ക് വേണമെന്ന് തോന്നി. രണ്ടാമത് വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത് ഗേറ്ററേഡ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതും എത്തിച്ചു കൊടുക്കും. എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്ട് ചെയ്താൽ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടോമേറ്റഡ് മെസ്സേജ് ആണ് പ്രശ്നം. ഇത് എത്രയെന്ന് വെച്ചാൽ സഹിക്കുക, എപ്പോൾ വിളിച്ചാലും ഇത്രയും സമയം പോയല്ലേ. പിന്നെ നമ്മുടെ കാരോളിന് ഇതിപ്പോൾ ശീലമായി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവിടുന്ന് കുറേ പടക്കങ്ങളും എനർജി ഡ്രിങ്ക്സും ഒക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു. ഇതൊന്നും ആരോടും ചോദിക്കേണ്ടേ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പൊ എല്ലാം ഫ്രീ അല്ലേ. ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ട പോലെ അവരെ എനർജി ഡ്രിങ്ക് എത്തിച്ചു കൊടുത്തു. എന്നാൽ കാരോൾ ആവശ്യപ്പെട്ട എക്സാക്ട്ലി അതുപോലെയല്ല ഡ്രിങ്ക് വന്നത് എന്നുള്ളത് കൊണ്ട് അവരെ വിളിച്ച് പറയുന്നുണ്ട്. ദെൻ രാത്രി പടക്കമൊക്കെ പൊട്ടിച്ച് ദൂരെ നിന്ന് ഇവിടുന്ന് ചെന്നായകൾ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടിട്ട് അവരെ പോലെ തിരിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഗോൾഫും കളിച്ച് അവൾക്ക് തോന്നുന്ന പോലെ അങ്ങനെയൊക്കെ ജീവിക്കുകയാണ് കാരോൾ. ടൗണിൽ പലയിടത്തും വന്യമൃഗങ്ങളെയൊക്കെ കാണാം. കാട്ടിൽ മാത്രം ജീവിച്ചിരുന്ന അവ മനുഷ്യൻ ഒഴിഞ്ഞു പോയതോടെ നാട്ടിലേക്ക് ഇറങ്ങിയല്ലോ. ഇതിനിടയ്ക്ക് കാരോൾ കാർ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു. ഇവള് യൂസ് ചെയ്തിരുന്ന പോലീസ് കാർ സ്റ്റാർട്ട് ആവാതെ വന്നപ്പോൾ റോൾസ് റോയ്സ് എടുത്തു. ആരും ഉപയോഗിക്കാതെ ഒരുപാട് വണ്ടികൾ ടൗണിൽ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുമല്ലേ, ഇഷ്ടമുള്ളത് ചെയ്യാലോ. കാരോളിന്റെ സ്വഭാവത്തിലും കുറെ അധികം മാറ്റങ്ങൾ പ്രകടമാണ്. നേരത്തെ എൻ്റെ കൂട്ട് അത്ര സോഫ്റ്റ് അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കരുത്, ഒന്നും നശിപ്പിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല ഇപ്പോൾ. ഏതായാലും ഇത്രയൊക്കെ ആയി, ഇനി എന്തോത്തിന് ഈ ധാർമ്മികതയും പിടിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വലിയ പ്രശ്നത്തെ അതിജീവിച്ചവരിൽ സർവൈവേഴ്സിൽ ഇവള് മാത്രമേ ഇങ്ങനെ ഉള്ളൂ, ഇവള് മാത്രമേ ഇതൊക്കെ പഴയ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കി ആരും ഇവള് പറഞ്ഞതിനോടൊന്നും പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ല. പരാഗ്വയിലുള്ള മാനിസോസ് മാത്രം ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അക്കാര്യം ഇതുവരെയും നമ്മുടെ ഹീറോയിൻ അറിഞ്ഞിട്ടില്ലല്ലോ. കാരോൾ ആണെങ്കിലും എത്രയെന്ന് വെച്ചാൽ മറ്റാരുടെയും സഹായമില്ലാതെ ഇതെല്ലാം മാറ്റും, എല്ലാം പഴയ പോലെ ആക്കുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നത്. എല്ലാം പഴയ പോലെ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവളെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു നിരാശയിൽ പുള്ളിക്കാരി എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നു. ജീവിതമേ വെറുത്തു തുടങ്ങി. ലൈഫിൽ ഒരു പർപ്പസും ഇല്ല എന്നുള്ളൊരവസ്ഥയായല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ മൊമെന്റിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യാൻ മുന്നോട്ട് പോവുക, അത്ര തന്നെ. കാരോൾ ജോർജിയ ഒക്കീഫ് മ്യൂസിയത്തിൽ ചെന്ന് അവിടുന്ന് ബെല്ലാഡോണ പെയിന്റിംഗ് എടുത്തുകൊണ്ട് വരുന്നതൊക്കെ കാണാം. ഈ പെയിന്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചേ, 2 പൂവുകളാണ് പെയിന്റിങ്ങിലുള്ളത്. ഒരു പൂവിന്റെ ഉൾഭാഗം നമുക്ക് കാണാം, മറ്റൊന്ന് കുറച്ച് മുകളിലേക്ക് ചരിഞ്ഞ് അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ 2 പൂവുകളെ പോലെയാണ് നമ്മുടെ കാരോളും മാനിസോസും. കാരോളിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. അവളുടെ സ്വഭാവത്തിലൂടെ അവളുടെ രീതികളിലൂടെ എല്ലാം നമുക്ക് വ്യക്തമാണ്. എന്നാൽ മാനിസോസിനെ പറ്റി ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ വൈറസ് മനുഷ്യരിൽ അഫക്റ്റ് ആവുന്നതിന് മുമ്പ് ആൾക്ക് എങ്ങനെ ഇൻഫോർമേഷൻ കിട്ടി, റേഡിയോ ഫ്രീക്വൻസീസ് ഉപയോഗിച്ച് ഗവേഷണം നടത്തുന്നതും അതൊക്കെ ഉപയോഗിച്ച് പുള്ളിക്കാരൻ എന്താണ് മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല. മാത്രമല്ല ജോർജിയ ഒക്കീഫിന്റെ ഈ പെയിന്റിംഗിൽ പൂവുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആകെ ഒരു ബ്ലൂ കളർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഒരുപക്ഷേ അത് ആകാശമാവാം അല്ലെങ്കിൽ വെള്ളമാവാം. നമ്മുടെ കാരോളും മാനിസോസും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളോട് ചേരാതെ നിൽക്കുന്ന പോലെ. മാത്രമല്ല ബെല്ലാഡോണ ഒരു വിഷപ്പൂവ് കൂടിയാണ്. ആർക്ക് വിഷം അഥവാ ആർക്ക് ഭീഷണി, ഓൾറെഡി കൺവേർട്ട് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ഹീറോയിനും മാനിസോസും ഭീഷണിയായിട്ട് നിൽക്കുന്ന പോലെ. കാരോളിന്റെ വീട്ടിൽ ബെല്ലാഡോണ പെയിന്റിങ്ങിന്റെ കോപ്പി ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ അവിടെ ഒറിജിനൽ വെച്ചു. ശേഷം കാരോളും ഹെലനും ആനിവേഴ്സറിക്ക് പോയിരുന്ന ഒരു ഹോട്ടലിൽ ഇവൾക്ക് ഡൈനൗട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ സൗകര്യങ്ങളും വേണം, വിത്ത് അടിപൊളി ഫുഡ്. എല്ലാം കാരോളിന്റെ ഇഷ്ടം പോലെ. പുള്ളിക്കാരി ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ഡിന്നറൊക്കെ കഴിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പുള്ളിക്കാരി എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യും എന്നൊരു മൈൻഡ് സെറ്റിലാണ്. ആൻഡ് നമ്മുടെ മാനിസോസ് കാരോളിനെ മീറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുടെ വണ്ടിയിലെ പെട്രോൾ തീരുമ്പോൾ അടുത്തുള്ള വണ്ടികളിൽ നൂറ്റും. എന്നാൽ കൃത്യമായി ഊറ്റുന്ന പെട്രോളിന് കാശും വെക്കുന്നുണ്ട്. ആരുടെ ഒന്നും പുള്ളിക്കാരന് ഫ്രീ ആയിട്ട് വേണ്ട. യാത്രാമധ്യേ കൺവേർട്ടായ പലരും ഇദ്ദേഹത്തെ കാണുന്നുണ്ട്, ഇദ്ദേഹത്തെ സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരോട് തിരിച്ച് സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല. കാരോളിനോട് സംസാരിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഭക്ഷണത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കൺവേർട്ടായവരോട് ചോദിച്ചാൽ കിട്ടുമെന്നുണ്ടെങ്കിലും ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ. കുടിക്കാനുള്ള വെള്ളം പോലും മഴ പെയ്യുമ്പോൾ ക്യാൻ വെച്ച് കളക്ട് ചെയ്യുവാണ്. പൊതുസ്ഥലങ്ങളിൽ പള്ളികളിലൊക്കെയാണ് രാത്രി കിടന്നുറങ്ങുന്നത്. അങ്ങനെ കാർ ഓടിച്ച് പോകാൻ പറ്റുന്ന അത്രയും ദൂരം പോയി. ഇനിയിപ്പോൾ വലിയൊരു കാട് കടക്കണം. ഡാരിയൻ ക്യാപ്പ് കടന്ന് മുന്നോട്ട് പോയെങ്കിലേ കാരോളിനെ മീറ്റ് ചെയ്യാൻ പറ്റൂ. എന്നാൽ ഈ ഫോറസ്റ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവിടെയുള്ള സസ്യങ്ങളും ചെടികളും വന്യമൃഗങ്ങളും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവയൊക്കെ മറികടന്ന് അപ്പുറത്തെത്തുക എന്നത് വളരെ വളരെ ശ്രമകരമായ കാര്യമാണ്. അതിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് കൺവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഇദ്ദേഹം മുന്നോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അതിനു മുന്നേ ഇവിടെയുള്ള ഒന്നും ഇവരാരുടെയും സ്വന്തമല്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്ന ഇദ്ദേഹത്തിന്റെ വണ്ടി കത്തിച്ച് കളയുന്നു. കാട്ടിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുള്ളുകളുള്ള പന, ചുങ്കപ്പാം. കുറേയധികം ചുങ്കപ്പാംസ് ഉള്ള ഒരു ഏരിയയിലൂടെയാണ് യാത്ര. മാനിസോസ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ നേരെ ചവിട്ടിയത് ഒരു ഇളകിയിരുന്ന കല്ലിൽ. തെന്നി പുറകോട്ട് വീണത് ചുങ്കാപ്പാമിലേക്കും. ശരീരം കുത്തി മുറിഞ്ഞു. ആള് വേദന സഹിച്ച് വലിഞ്ഞൂരി മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇത് വലിയ പ്രശ്നമാണ്. മുള്ളിൽ വിഷമുണ്ട്. സ്കിന്നിനെ അത് മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. എത്രയും വേഗം ട്രീറ്റ്മെന്റ് കിട്ടുന്നു അത്രയും നല്ലത്. അഥവാ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ആള് സർവൈവ് ചെയ്യാനുള്ള സാധ്യതയില്ല. അന്ന് രാത്രി അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ചൂടാക്കി പഴുപ്പിച്ച് മുള്ളു കൊണ്ടുകയറിയിടത്തൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചു നേരം കൂടെ പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം പോലും സഹിച്ചു നിൽക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. വീണുപോയി. ഇതായിരുന്നു തന്റെ വിധി. ഇവിടെ കിടന്ന് മരിക്കാനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്. കാരോളിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തിനൊക്കെയോ ശ്രമിച്ച അവസാനം മുഴുവൻ അബദ്ധമായല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ദേ ഒരു ഹെലികോപ്റ്റർ വരുന്നു. കൺവേർട്ട് ആയവരാണ്. ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാൻ അവരെത്തി. അവിടുന്ന് കിട്ടിയതാൽ ഏതാണ്ട് 1 മാസത്തോളം കഴിഞ്ഞുപോയി. നമ്മുടെ കാരോൾ ഇപ്പോൾ ഭയങ്കര അലമ്പായിട്ടുണ്ട്. ഇപ്പോഴും ഒറ്റയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. ആരും കൂട്ടില്ല. ഗോൾഫൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പൊ കളി പുള്ളിക്കാരിക്ക് തോന്നുന്നിടത്ത്
വെച്ചാണ്. ഗോൾഫ് കളിച്ച് പല പല വലിയ കെട്ടിടങ്ങളുടെയും ചില്ലൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ എന്തോന്ന് നോക്കാനാണ്, എല്ലാം നശിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ തോന്നുന്നതൊക്കെ ചെയ്തേക്കാം, ബാക്കിയുള്ള കാലം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചേക്കാം എന്നുള്ള മട്ടിൽ അങ്ങനെ ഇങ്ങനെ പോകുന്നു. ഒരു ദിവസം പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് അമിട്ട് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഒരെണ്ണം ഇവൾക്ക് നേരെ ചാഞ്ഞു വീണു. അപകടം വിളിച്ചു വരുത്താതെ എണീറ്റ് മാറാനുള്ള സമയമുണ്ടായിരുന്നെങ്കിലും ഇതോടെ എല്ലാം തീരട്ടെന്ന് കരുതി ക്യാരോൾ അങ്ങനെ അങ്ങ് ഇരുന്നേ. ക്യാരോളിന്റെ ഭാഗ്യമെന്ന് പറയാം, അത് ഇവളെ ഹിറ്റ് ചെയ്യാതെ കുറച്ച് സൈഡിലൂടെ അങ്ങ് പോയി. ക്യാരോളിന്റെ അവസ്ഥ മനസ്സിലാവുമല്ലോ, ജീവിതം അത്രത്തോളം വെറുത്തുപോയി. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നേ, ജീവിക്കുന്നതുകൊണ്ട് കാര്യമില്ലാന്ന് ചിന്തിക്കുകയാണ്. ജീവിതം ഭയങ്കര ഈസി ആയി കഴിഞ്ഞാൽ ജീവിക്കാനുള്ള താല്പര്യമേ നമുക്ക് നഷ്ടപ്പെടും. വല്ലാത്തൊരു മടുപ്പ്. പുള്ളിക്കാരി ആഗ്രഹിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും പുള്ളിക്കാരിക്ക് ഇതിനോടകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ലോകത്ത് ഇവളുടെ വലിയ വലിയ സ്വപ്നങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല. ഒറ്റപ്പെടൽ വല്ലാണ്ട് ഹിറ്റ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും അവരൊക്കെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് പുള്ളിക്കാരി ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തൊട്ടടുത്ത ദിവസം പെയിന്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് റോഡിൽ എന്തൊക്കെയോ പെയിന്റ് ചെയ്ത് വെച്ചു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞതും ദേ നമ്മുടെ സോഷ്യ തിരിച്ചു വന്നിരിക്കുന്നു. അവളെ കണ്ടപ്പോൾ ക്യാരോളിന് ഭയങ്കര സന്തോഷമായി. ക്യാരോൾ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഇതാണ് മനുഷ്യൻ. ഈ ഒരു ഇഷ്ടവും സ്നേഹവും മിസ്സിംഗ് ഫീലിങ്ങും ഇതൊന്നും അപ്പുറത്തുള്ളവർക്കില്ല. ക്യാരോളിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ. കൺവേർട്ട് ആയതാണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വിട്ടുപോയപ്പോഴാണ് താൻ അവളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നും അവളുടെ കമ്പനി എത്രമാത്രം ആസ്വദിച്ചിരുന്നു എന്നും ക്യാരോൾ മനസ്സിലാക്കിയത്. അങ്ങനെ അവർ വീണ്ടും ഒന്നിച്ചു. റോഡിൽ എന്താണ് എഴുതി വെച്ചതെന്നോ, കം ബാക്ക്, തിരിച്ചു വരാൻ. ഒറ്റയ്ക്കുള്ള ജീവിതം അത്രയേറെ മടുത്തു തുടങ്ങിയപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം കഷ്ടപ്പെട്ട് തള്ളി നീക്കി വല്ലാത്തൊരവസ്ഥയിലായപ്പോൾ അവരോടൊക്കെ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടതാണ് നമ്മുടെ ക്യാരോൾ. ഇപ്പം നമ്മുടെ മാനസോസിന്റെ അവസ്ഥ എന്താണെന്നോ, അദ്ദേഹം ആ കാട്ടിൽ വീണു പോയിരുന്നല്ലോ. അവിടുന്ന് കൺവേർട്ട് ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബേസിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. ബോധം വന്ന് നേരെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായതും ആള് സർജിക്കൽ നൈഫ് എടുത്ത് ആളെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ കഴുത്തിൽ വെച്ച് അവർ പറയുന്നതൊന്നും കേൾക്കാതെ നമ്മുടെ ക്യാരോളിനെ തിരക്കി പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തതിന് ബില്ല് എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത്രയും പണം തനിക്ക് ഇവിടെ കടമുണ്ടെന്ന് എഴുതി ഒപ്പിട്ടിട്ടാണ് പുള്ളി പോകുന്നത്. എല്ലാം പഴയ പോലെ ആയിക്കഴിഞ്ഞ് ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് ഇപ്പോൾ ഉപയോഗിക്കുന്നതിന്റെ കൂടെ പൈസ തിരിച്ചു കൊടുത്തേക്കാവുന്നു. ഇവിടെ നമ്മുടെ ക്യാരോൾ ആവട്ടെ സോഷ്യ തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണല്ലോ. പുള്ളിക്കാരിക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. രണ്ടാളും പെയിന്റിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് പിന്നെ അവിടെ മ്യൂസിയത്തിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ വന്ന് കയറി അലമ്പാക്കിയാലോ, അതുകൊണ്ട് മാത്രം കേട്ടോ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എന്റെ പ്രൊട്ടക്ഷനിലൂടെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ദെൻ ഇരുവരും കാർഡ് ഗെയിം കളിക്കുന്നുണ്ട്. സ്പീഡ് അഥവാ സ്പിറ്റ്. ഇതിനെങ്ങനെയാണ് സ്പിറ്റ് എന്ന പേര് വന്നത്, ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സോഷ്യക്ക് പോലും ഒരു ഐഡിയ ഇല്ല. എങ്ങനെയോ പേര് ഇങ്ങനെ വന്നു എന്ന്. അപ്പോൾ ഇവർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ദെൻ പുറത്തിറങ്ങി ക്യാരോൾ അവിടെ കംബാക്ക് എന്ന് എഴുതി വെച്ചതൊക്കെ തുടച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടു. ദെൻ നമ്മുടെ സോഷ്യ ഉൾപ്പെടെ ഈ കൺവേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ എവിടെയാണ് രാത്രി ഉറങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ പൊതു സ്ഥലങ്ങളൊക്കെയാണ് അവർ അതിന് ഉപയോഗപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് ഇവർ ഉറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. കുറേ ആളുകൾക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന, ഒരുമിച്ച് ഉറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സേവ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരുപാട് ഇലക്ട്രിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാവരും ഒന്നായതുകൊണ്ട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. കൺവേർട്ട് ആയിട്ടുള്ള ഇവരുടെ കൂടെ ആ പ്രദേശത്ത് ഒരു നായയെ കണ്ടപ്പോൾ നമ്മുടെ ക്യാരോള്, അല്ല ആ പോകുന്ന നായയും നിങ്ങളിൽ ഒരാളാണോ? അങ്ങനെയല്ല, അതിന്റെ ഓണർ ചേഞ്ച് ആയെങ്കിലും നായ അദ്ദേഹത്തെ വിട്ടുപോയില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ, ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. അന്ന് രാത്രി ക്യാരോളും അവരോടൊപ്പമാണ് സ്റ്റേ ചെയ്യുന്നത്. തന്നെ അടുത്ത ദിവസം സോഷ്യ ഇവളെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഇപ്പോൾ ക്യാരോൾ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ചു എന്ന് വിചാരിച്ചാൽ അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഈ കൺവേർട്ട് ആയിട്ടുള്ള ആളുകളെ പറ്റി പുള്ളിക്കാരൻ നോട്ട് ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അവർക്കൊന്നും കള്ളം പറയാൻ പറ്റില്ല, കൺവേർട്ട് ആയിട്ടില്ലാത്ത ബാക്കിയുള്ളവരെയും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ എഴുതി വെച്ചില്ലേ. അതിന്റെ കൂട്ടത്തിൽ അവരൊക്കെ ആളുകളെ തിന്നുന്നു എന്ന് എഴുതി വെച്ചു. ദെൻ ക്യാരോളും സോഷ്യയും ഒരുമിച്ച് അങ്ങനെ പോകുമ്പോൾ അവിടെ ട്രെയിൻ കണ്ടപ്പോൾ നമ്മുടെ ക്യാരോളിന് ട്രെയിനിന്റെ ഹോൺ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇത് ഇവർക്ക് പുതിയൊരു അറിവാണ്. ക്യാരോളിന് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം ഇവർക്ക് നേരത്തെ അറിയില്ല. ഒരുപക്ഷെ ക്യാരോളിന് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം പുള്ളിക്കാരി ഇതിനു മുമ്പ് ആരോടും അങ്ങനെ പറഞ്ഞിരിക്കണമെന്നില്ല. ട്രെയിനിന്റെ ഹോൺ സൗണ്ട് ആണ് അത്ര ഏറ്റവും ലോൺലിസ്റ്റ് സൗണ്ട് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കേട്ടപാടെ സോഷ്യ അങ്ങ് ദൂരെ കൂടെ പോകുന്ന ട്രെയിനിൽ ഹോൺ എടുപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണത് ചെയ്തത്, ഇത്ര ദൂരം ഒന്ന് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ക്യാരോൾ ചോദിച്ചപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഇവർക്കെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാത്തിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ക്യാരോളിനും ഉണ്ട്. പക്ഷെ അവൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവൾ കൺവേർട്ട് ആയിട്ടില്ല. കൺവേർട്ട് ആയിട്ടുള്ളവർക്കൊക്കെ അവരുടെ ഈ ഒരു ഫീൽഡ് യൂസ് ചെയ്ത് അവരുടെ ചിന്തകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ആക്ച്വലി എത്തിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഇവർ കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല. ഇവരെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിക്കുകയാണ്. ഒരാൾ അറിയുന്ന കാര്യം മറ്റേ ആൾ അറിയും. ഇറ്റ്സ് ലൈക്ക് ബ്രീത്ത് ചെയ്യുന്ന പോലെ. നമ്മൾ ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് നാച്ചുറലി അങ്ങനെ അങ്ങ് നടക്കുമല്ലേ. അതുപോലെ ഇവർ തമ്മിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നു. അല്ല അതിരിക്കട്ടെ, ഇവർക്ക് എന്തിനാണ് ഇപ്പോൾ ട്രെയിനിന്റെ ആവശ്യം? എന്തിനാണ് ആ ട്രെയിൻ ഇട്ട് ഓടിക്കുന്നത്? അത് ഫുഡ് കൊണ്ടുവരുന്നതാണ് അത്ര. എന്താണ് ഇവരുടെ ഫുഡ് എന്നറിയാലോ? മിൽക്ക്, ആ ഒരു സ്പെഷ്യൽ മിൽക്ക്. ദെൻ ഇരുവരും മസാജ് ചെയ്യാൻ പോയി. രണ്ടാളും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരോൾ കുറേ സംശയങ്ങൾ ചോദിക്കും. അല്ല സോഷ്യ, ഇവരെനിക്ക് മസാജ് ചെയ്ത് തരുന്നേ നീ എനിക്ക് മസാജ് ചെയ്ത് തരുന്ന പോലെ തന്നെയല്ലേ? ഇവരെല്ലാം നീയല്ലേ? നിങ്ങൾ ഒന്ന് തന്നെയല്ലേ? അപ്പോൾ നിനക്ക് ഇവർ മസാജ് ചെയ്ത് തരുന്നത് നീ നിനക്ക് തന്നെ മസാജ് ചെയ്യുന്ന പോലെയാ? ഇറ്റ്സ് ലൈക്ക് മസാജ് ചെയ്യുന്നതും നീ തന്നെ, അത് ഫീൽ ചെയ്യുന്നതും നിനക്ക് തന്നെ. അതായത് ലോകത്തിലുള്ള എല്ലാവർക്കും ഇപ്പം നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലല്ല, ഇത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നേ. അതിപ്പോ ലാസ്റ്റ് 10 മിനിറ്റിൽ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുമല്ലോ. ലാസ്റ്റ് 10 മിനിറ്റിൽ തന്നെ 1600-ലധികം മരണം, 900-ലധികം ജനനം, ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് സംഭവിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ക്യാരോൾ ഭയങ്കര ക്യൂരിയസ് ആണ്. നമുക്കും ക്യൂരിയോസിറ്റി തോന്നും. ഇപ്പൊ ജനിച്ചിട്ടുള്ള കുട്ടികളൊക്കെ മുമ്പ് പ്രഗ്നന്റ് ആയിരുന്ന, അതായത് ഈ കൺവേർഷൻ നടക്കുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്ന സ്ത്രീകളിൽ നിന്നാണ്. ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അതായത് ഈ
കൺവേർട്ട് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ ഇന്റർകോഴ്സ് നടക്കുമോ? ഒരു ഫീലും ഇല്ലാതെ അങ്ങനെയൊക്കെ നടന്ന് പ്രഗ്നന്റ് ആയി കുട്ടികൾ ഉണ്ടാവുമോ? അതല്ല ഇവർ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുമോ? റിസോഴ്സസ് അത്ര ലിമിറ്റഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാം. ദെൻ സോഷ്യ കരോളിനെ ഇവരെല്ലാം ഇങ്ങനെ കൺവേർട്ട് ആവാൻ കാരണമായ ആ ഒരു റേഡിയോ സിഗ്നൽ വന്ന പ്ലാനറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലാനറ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും പ്ലാനറ്റ് അടങ്ങുന്ന സോളാർ സിസ്റ്റത്തിലെ സ്റ്റാറിനെ കെപ്ലർ 22 ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കെപ്ലർ 22b എന്ന ഗ്രഹത്തിൽ നിന്നാണ് അത്ര ഈ റേഡിയോ സിഗ്നൽ വന്നത്. ഈ പറഞ്ഞ പേരുകളൊക്കെ മനുഷ്യൻ തന്നെ ഇട്ടതാണ്. ആ ഗ്രഹത്തിലുള്ളവർ ആ ഗ്രഹത്തിനെ എന്താണ് വിളിക്കുന്നതെന്ന് അറിയില്ല. കാരോളിനെല്ലാം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആകാൻ വേണ്ടി സിറ്റിയിലുള്ള ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് ലൈറ്റ് പൊല്യൂഷൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കെപ്ലർ 22bയിലുള്ളവർ ഇങ്ങോട്ട് സിഗ്നൽ അയച്ച് ഇവിടെ ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാക്കിയ പോലെ ഇവർക്ക് ഭൂമിയിൽ നിന്ന് പുറത്തേക്കും സിഗ്നൽ അയക്കണമെന്ന് പറയുന്നുണ്ട്. വലിയ ഒരു ജയന്റ് ആന്റിന ഉണ്ടാക്കി പുറത്തേക്ക് സിഗ്നൽ അയച്ച് മറ്റെവിടെയെങ്കിലും ജീവനുള്ള ഗ്രഹത്തിൽ ആരെങ്കിലും ആ സിഗ്നൽ പിടിച്ചെടുത്ത് ഭൂമിയിൽ ഉണ്ടായ പോലെയുള്ള മാറ്റങ്ങൾ അവിടെയും സംഭവിക്കണം. അങ്ങനെ ഒരു ഉദ്ദേശവും ഇവർക്കുണ്ട് എന്ന് പറയാം. അതിനർത്ഥം യൂണിവേഴ്സിൽ പല പല പ്ലാനറ്റുകളിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ലൈഫ് ഇവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. കെപ്ലർ 22b പോലെ ഇപ്പൊ എർത്ത് പോലെ ഇനിയും മുന്നോട്ട് എർത്തിൽ നിന്ന് സിഗ്നൽ അയച്ച് മറ്റേതെങ്കിലും പ്ലാനറ്റിലുള്ളവർ ഇങ്ങനെയൊക്കെ കൺവേർട്ട് ആവും. ഇത്തരത്തിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് സോഷ്യ ഈ പറയുന്നതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. എല്ലാ കാര്യങ്ങളും ക്യാരോൾ ബോർഡിൽ എഴുതി സൂക്ഷിക്കുന്നു. എഴുതി പുള്ളിക്കാരുടെ മാർക്കർ തീർന്നു. പുതിയ മാർക്കർ കൊണ്ടുവരാൻ സോഷ്യയെ വിളിച്ചു പറഞ്ഞു. സോഷ്യ വിചാരിക്കുന്നതോ ക്യാരോൾ അവളുടെ അടുത്ത ബുക്ക് എഴുതാൻ തുടങ്ങി. അതിനുവേണ്ടിയായിരിക്കാം മാർക്കർ വാങ്ങിയത്. അടുത്ത കഥ കേൾക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നും പറയുന്നുണ്ട്. കാരണം വ്യക്തമാണല്ലോ, ഇവർ കൺവേർട്ട് ആയിട്ടുള്ളവരിലും ഒരുപാട് കഥാകാരന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന കഥ ഇവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അവരോടൊപ്പം ഇതുവരെയും ചേർന്നിട്ടില്ലാത്ത ക്യാരോളിന്റെ മനസ്സിലുള്ള പുതിയ കഥ അറിയാൻ ഇവർക്കെല്ലാം ആകാംക്ഷയുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിന്നെ ക്യാരോളിനെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സുഖിപ്പിക്കുക എന്നുള്ള ഉദ്ദേശവുമാണ് സോഷ്യയ്ക്ക്. അതിനുശേഷം സോഷ്യ നമ്മുടെ ക്യാരോളിനെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുചെല്ലും. ക്യാരോൾ വലിയ ഒരു എഴുത്തുകാരി ആയതിൽ ഈ സ്ഥലത്തിന്റെ പങ്ക് അത്ര വലുതാണ്. റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട് കുറേ നല്ല ഓർമ്മകളുണ്ട് അവൾക്ക്. ഇവിടെ ഒരു വെയിട്രസ് ഉണ്ടായിരുന്നു, ബ്രീ. അവരെ പറ്റി ഓർത്തെടുക്കുന്നു. അവരെ പറ്റിയും റെസ്റ്റോറന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ഓർമ്മകളൊക്കെ സോഷ്യയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേ ബ്രീ വന്ന് മുന്നിൽ നിൽക്കുന്നു. ക്യാരോളിന് വിശ്വസിക്കണോ വേണ്ടോ എന്നറിയാത്ത അവസ്ഥ. താൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ കാലഘട്ടം വീണ്ടും തനിക്ക് തിരിച്ചു കിട്ടിയല്ലേ, എല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം എന്നൊക്കെ അവൾ ചിന്തിച്ചെങ്കിലും പെട്ടെന്ന് അവളുടെ മൂഡ് മാറി. നോ, ഇത് ശരിയല്ല, ഇതൊന്നും റിയൽ അല്ല. ഈ റെസ്റ്റോറന്റ് എന്തോ കത്തിപ്പോയതോ ഇവിടെ തീപിടുത്തം ഉണ്ടായതോ അങ്ങനെ എന്തോ ആണ്. ആൻഡ് ആ വെയിട്രസ് ബ്രീ പുള്ളിക്കാരി അവരുടെ ജീവിതമായി മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ ക്യാരോളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവരിതെല്ലാം പഴയ പോലെ ആക്കി ബ്രിയെയും തിരിച്ചു കൊണ്ടുവന്നത് അവൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ക്യാരോളിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ. അവൾ വീണ്ടും പഴയ പോലെ ഹാപ്പി ആയിട്ട് അവളുടെ ബുക്സ് ഒക്കെ എഴുതി അങ്ങനെയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ വലിയ ശല്യം ഉണ്ടാവത്തില്ലെന്നേ. കൺവേർട്ട് ആയിട്ടുള്ള ഇവരെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ അവൾ അവസാനിപ്പിച്ചെന്ന് വരാം. ഭൂമി വീണ്ടും പഴയ പോലെ ആക്കാന്നുള്ള ക്യാരോളിന്റെ ഉദ്ദേശം അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ കൺവേർട്ട് ആയവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയ ക്യാരോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. ദെൻ ഈവനിങ് രാത്രി സമയം സോഷ്യ ക്യാരോളിന്റെ അടുത്ത് ചെന്നു. എപ്പോഴും ഈ സോഷ്യയൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഞങ്ങൾ എന്നാണ് യൂസ് ചെയ്യുക, വി എന്ന് പറയും. ക്യാരോൾ അവളെ തിരുത്തിയിട്ട് നീ നിന്നെ പറ്റി മാത്രം പറ, ഐ എന്ന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സോഷ്യ അങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. ഓ, ഭൂമിയിൽ ഇത്രയും ആളുകളുടെ തലച്ചോറുണ്ടായിട്ടും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? നിനക്കൊക്കെ കാര്യം മനസ്സിലായി, ഞാനൊന്നും ഡ്രോപ്പ് ചെയ്തിട്ടില്ല, നിങ്ങളെപ്പറ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സത്യം പറ, എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നേ? കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് സോഷ്യയ്ക്കും സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. ക്യാരോളിനെ ഡിസ്ട്രാക്ട് ചെയ്തില്ലെങ്കിൽ ഇവരെ എല്ലാം തിരിച്ച് പഴയ പോലെ ആക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അവൾ കണ്ടുപിടിച്ചാലോ? ആ ഭയം കൊണ്ടാണ് ക്യാരോളിന്റെ മുന്നിൽ ഇവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത്. ക്യാരോളിന് സോഷ്യയോട് ഇഷ്ടക്കേടൊന്നുമില്ല. പുള്ളിക്കാരി അവൾക്ക് ഇഷ്ടമാണ്. ഇവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടമാണ്. ഇവരെയൊക്കെ സഹായിക്കുന്നതും വേർതിരിവുകളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നതും പ്രകൃതിക്കോ ഭൂമിക്കോ ദോഷമാകുന്ന ഒന്നും ചെയ്യാതെ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കൺട്രോൾഡ് സൊസൈറ്റി, ഈ ഒരു സംഭവം ശരിയല്ല. ഇങ്ങനെയല്ല മനുഷ്യനാവേണ്ടത്. ദിസ് ഈസ് അൺസഹിക്കബിൾ. റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോൾ തീർച്ചയായും അവിടെ പൊളിറ്റിക്സ് ഉണ്ടാവണം. പൊളിറ്റിക്സ് ഉണ്ടാകുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. ലോകം അങ്ങനെയാണ്. ഒരുത്തിന് സംഭവിക്കുന്ന നഷ്ടമാണ് മറ്റൊരുത്തന്റെ ലാഭം. അങ്ങനെയേ ഇവിടെ കാര്യങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ ഒന്നിനെയും ഏതിനെയും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മുന്നോട്ട് ഓടുമ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ കാരണം വീണു പോകുന്ന ചിലരുണ്ട്. അതാണ് റിയാലിറ്റി. അങ്ങനെയാണ് ലോകം. അതാണ് നേച്ചർ. ചില സമയം ഭയങ്കര ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാറില്ല. അങ്ങനെ ചിന്തിച്ചാൽ അത് വലിയ അബദ്ധമാവും. ക്യാരോളും ഇതേ അവസ്ഥയിലാണ്. പുള്ളിക്കാരുടെ മനസ്സിലുള്ള ആ ഒരു വിഷമവും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ സോഷ്യ ഇവളുടെ അടുത്ത് വന്ന് ഇവളെ കിസ് ചെയ്തു. ക്യാരോൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് വലിഞ്ഞെങ്കിലും മടിച്ചില്ല. സോഷ്യയെ കിസ് ചെയ്തു. നേരെ ബെഡ്റൂമിൽ പോയി. ഹെലന്റെ മരണശേഷം ക്യാരോൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇപ്പോൾ സോഷ്യ കൂടെ ഉള്ളതും ഇങ്ങനെയൊക്കെ ആയതും അവൾക്ക് വലിയൊരു ആശ്വാസമാവും. ശേഷം അടുത്ത ദിവസം രാവിലെ സോഷ്യ എണീറ്റ് വരുമ്പോൾ കാണുന്നതാവട്ടെ ക്യാരോൾ കഥ എഴുതുന്നത്. സോഷ്യയ്ക്ക് ഒത്തിരി സന്തോഷമായി. കൺവേർട്ടായ എല്ലാവർക്കും സന്തോഷമായി. ക്യാരോൾ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് സോഷ്യയ്ക്ക് വായിക്കാൻ കൊടുത്തു. അത് വായിച്ചതും സോഷ്യ ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്താന്ന് വെച്ചാൽ റബാൻ എന്ന ക്യാരക്ടറിനെ ക്യാരോൾ വുമൺ ആക്കി. ആദ്യമേ പറയുന്നുണ്ടായിരുന്നല്ലോ, ആ ഒരു ക്യാരക്ടറിനെ വുമൺ ആക്കാനായിരുന്നു ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ മെയിലായിട്ട് കൊണ്ടുവന്നതാണ്. ആൻഡ് ഇപ്പോൾ ആ ക്യാരക്ടറിനെ ഒരു ട്വിസ്റ്റിലൂടെ ഫീമെയിൽ ആക്കി. സോഷ്യയ്ക്കും ക്യാരോളിനും സന്തോഷം. സോഷ്യ നേരത്തെ ഞങ്ങൾ എന്ന ടൈമായിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ ഐ എന്ന് പറയാൻ തുടങ്ങി. ക്യാരോൾ മുന്തിച്ച് സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ഓൾ ദിസ് ഈ ഒരു ജീവിതത്തോട് ക്യാരോൾ പൊരുത്തപ്പെടുവാണ്. ഇനി മുന്നോട്ട് ഇങ്ങനെയാണ് ജീവിതം, ഇത് അക്സെപ്റ്റ് ചെയ്ത് സോഷ്യയുടെ കൂടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് ജീവിക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. സോഷ്യയുടെ കുട്ടിക്കാലത്തെ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പറ്റിയൊക്കെ ഇവർ
കൺവേർട്ട് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സോഷ്യ എന്ന ഈ രൂപത്തിലൂടെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഇവർ സോഷ്യയെ പറ്റി സോഷ്യയിലൂടെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അത് കുറേയധികം കണക്ട് ആവുന്നുണ്ട്. നമ്മളോടൊക്കെയും മനസ്സ് തുറന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തികളോട് നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നത്തില്ലേ? അവർ നമുക്ക് ആരും അല്ലെങ്കിലും ചിലപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ട് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ അവർ ആരൊക്കെയോ ആണ് എന്നൊരു ഫീൽ തോന്നത്തില്ലേ? സോഷ്യയെ പറ്റി അങ്ങനെ ഒരു ഫീലാണ് ക്യാരോളിനുള്ളത്. അവൾക്ക് വ്യക്തമായി അറിയാം ഇവളിത് സംസാരിക്കുന്നത് ഒരാളോടല്ല, കൺവേർട്ടായ എല്ലാവരോടുമാണ് എന്നുണ്ടെങ്കിലും ക്യാരോളിന് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ പറ്റി, സോഷ്യനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയപ്പോൾ, അവളുടെ ചൈൽഡ്ഹുഡിലെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ അവളോടൊരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും അവളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ള ഫീലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇപ്പോഴും നമ്മുടെ മാനസോസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്യാരോളിനെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി മുഴുവൻ ഇങ്ങനെ ഇവരൊക്കെ കൺവേർട്ട് ആയിട്ട് ഏതാണ്ട് 60 ദിവസം കഴിഞ്ഞു. മാനസോസ് ആളത്ര നിസ്സാരക്കാരനല്ല. ആളുടെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഏതൊരു ദുരവസ്ഥയിലും എന്തൊക്കെ സംഭവിച്ചാലും ആത്മാഭിമാനത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഈ മനുഷ്യൻ. വേറൊരുത്തൻ്റെയും ഒന്നും വേണ്ട, ഇനിയിപ്പോൾ വെറുതെ കൊടുത്താലും വേണ്ട. ഇനി മുന്നോട്ട് കുറച്ചുകൂടി ട്രാവൽ ചെയ്താൽ മാനസോസിന് ക്യാരോളിന്റെ അടുത്ത് എത്താൻ പറ്റും. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. 71ാം ദിവസം. ഇപ്പം നിലവിൽ ലോകത്ത് കൺവേർട്ട് ആയിട്ടില്ലാത്തതായിട്ട് സ്വബോധത്തോടെ ജീവിക്കുന്നത് 13 ആളുകളാണുള്ളത്. ഇതിൽ ഓൾറെഡി നമ്മുടെ ഹീറോയിനൊക്കെ പരിചയപ്പെട്ടിരുന്ന കുസിമായു എന്ന കുട്ടിക്ക് കൺവേർട്ട് ആവാൻ ആഗ്രഹമുണ്ട് എന്ന് അവൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവൾ അതിന് തയ്യാറെടുക്കുകയാണ്. വൈറസ് അഫക്റ്റ് ചെയ്തിട്ടില്ലാത്തവരെയും തങ്ങളോടൊപ്പം ചേർക്കാൻ ഇവരും ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നല്ലോ. സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് അങ്ങനെ ആ ഒരു മാർഗത്തിലൂടെ വൈറസിനെ മോഡിഫൈ ചെയ്ത് കുസിമായുവിന്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടാൽ അവളും കൺവേർട്ട് ആവും. ഈ കഴിഞ്ഞ 71 ദിവസമായിട്ട് കുസിമായുവിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ അവളുടെ ഇഷ്ടങ്ങൾ നോക്കി അവൾ ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെ ജീവിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുസിമായു കൺവേർട്ട് ആവാൻ തീരുമാനിച്ചു. അപ്പോൾ ലോകത്തെ സർവൈവേഴ്സ് 12 ആയിട്ട് ചുരുങ്ങും. അവളുടെ ചുറ്റുമുള്ളവർ സമയമായി എന്നെന്തൊക്കെയോ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട്. കൺവേർട്ട് ആവാൻ സമയമായി എന്നാവും. അങ്ങനെ കുസിമായുവിനെ കൺവേർട്ട് ആക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വൈറസ് വേർഷൻ കൊണ്ടുവന്ന് അത് അവളെ ഇൻഹെയിൽ ചെയ്യിപ്പിച്ച് അവളെയും ഇവരെ പോലെയാക്കി. ഈ ഒരു പ്രോസസ്സിൽ അവൾക്ക് ചെറിയൊരു വിറയലുണ്ടായി. അപ്പോൾ തന്നെ ഇവർ അവളെ പിടിച്ച് താഴേക്ക് കിടത്തി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കുസിമായു ഇവരിൽ ഒരാളായി. ഇപ്പോൾ കുസിമായുവിനെ അഫക്ട് ചെയ്ത വൈറസ് മ്യൂട്ടേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ടല്ലോ. അവളുടെ സ്റ്റെം സെൽസ് യൂസ് ചെയ്ത് വൈറസിൽ ചേഞ്ചസ് വരുത്തിയതിന് ശേഷമാണല്ലോ അവളെ കൂടെ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കുസിമായുവിനെ അഫക്ട് ചെയ്ത അതേ എക്സാക്ട് സെയിം വൈറസ് തന്നെയാണ് മറ്റുള്ളവരെ അഫക്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു മ്യൂട്ടേഷൻ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ അത് ഏത് തരത്തിൽ അഫക്ട് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. മേ ബി വൈറസിന്റെ ഫസ്റ്റ് വേർഷനും സെക്കൻഡ് വേർഷനും തമ്മിൽ ചേരാതെ ഈ 2 വേർഷൻസ് തമ്മിൽ പ്രശ്നമാകൂ. ഇത് രണ്ടും 2 വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ വാർ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതൊക്കെ പോട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്യാരോൾ മാനസോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇനി മാക്സിമം 2 മണിക്കൂർ. അതിനുള്ളിൽ മാനസോസ് ക്യാരോളിന്റെ വീട്ടിലെത്തുമെന്നാണ് സോഷി പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ സോഷി ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. മാനസോസ് കൺവേർട്ട് ആയിട്ടുള്ളവരോട് സംസാരിക്കില്ലല്ലോ. മാനസോസ് ഒരു പ്രശ്നക്കാരനാണോ, തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ചെറിയൊരു ഭയം ക്യാരോളിനുണ്ട്. എന്നാലും പരാഗ്വൻ ഇവിടെ വരെ വരുമല്ലേ, എന്തായാലും അങ്ങനെ മീറ്റ് ചെയ്തേക്കാം, പറയാനുള്ളതൊക്കെ കേൾക്കാമെന്ന് തീരുമാനിച്ച് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആളെത്തി. ക്യാരോളിനോട് ഇവൻ അറിയാവുന്ന മുറി ഇംഗ്ലീഷ് കൊണ്ട് ഇവന്റെ പേര് മാനസോസ് എന്നാണെന്നും ലോകത്തെ രക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞു. ക്യാരോൾ നോക്കിയപ്പോൾ ഇവന്റെ പക്കൽ ഒരു കത്തിയൊക്കെ ഉണ്ട്. അതും കൊണ്ട് വീടിനകത്ത് കയറാൻ പറ്റത്തില്ല, കത്തിയൊക്കെ മാറ്റി വെച്ചിട്ട് വാ സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇല്ല പറ്റില്ല, വീടിനകത്ത് കയറി സംസാരിക്കാൻ പറ്റില്ല, അവൻ വന്ന ആംബുലൻസിൽ ഇരുന്ന് സംസാരിക്കാവുന്നതായി മാനസോസ്. ക്യാരോൾ അവളുടെ ഫോൺ എടുത്ത് ആപ്പിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്ത് ഇവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫോൺ യൂസ് ചെയ്താൽ മറ്റവർക്ക് ഇൻഫോർമേഷൻ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ഫോൺ ഈ പിടിച്ചു വാങ്ങി. ഓ താൻ എന്തോ ഈ കാണിക്കുന്നേ, അത് എയർപ്ലെയിൻ മോഡിലാണ്, സിഗ്നൽ ഒന്നും കിട്ടത്തില്ല, ഫോൺ ഇങ്ങോട്ട് താടോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ ഫോൺ എടുത്ത് ഡ്രെയിനേജിനകത്തിട്ടു. അടിപൊളിയായിട്ടുണ്ട്. ഈ മോനോട് സംസാരിക്കാനാണല്ലോ ഇത്രയും കാത്തിരുന്നത് എന്നായി പോയി ക്യാരോളിന്. താൻ ഇവിടുന്നാണോ വന്നേ, അങ്ങോട്ട് തന്നെ തിരിച്ചു പോക്കോ എന്നും പറഞ്ഞ് ക്യാരോൾ വീട്ടിൽ കയറി വാതിലടച്ചു. ഇവനും ഒരുമാതിരി ഇത്രയും ദൂരെ ഇവളോട് സംസാരിക്കാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ, എന്തൊക്കെയാണെങ്കിലും സംസാരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരൻ മനസ്സില്ലാ മനസ്സോടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി യൂസ് ചെയ്ത് ഒരു വിധത്തിൽ അവളുടെ ഫോൺ ഡ്രെയിനേജിൽ നിന്ന് പുറത്തെടുത്തു. ദെൻ ക്യാരോളിനെ വിളിച്ച് ഫോൺ യൂസ് ചെയ്തോ കുഴപ്പമില്ല, ആംബുലൻസിൽ ഇരുന്ന് സംസാരിക്കുകയും വേണ്ട, പകരം ഒരു അംബ്രലയും കൊണ്ട് പുറത്തു വരാൻ പറഞ്ഞു. കുടയും കൊണ്ട് കുറച്ചങ്ങോട്ട് മാറി നിന്ന് കുട നിവർത്തി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഓൾറെഡി കൺവേർട്ട് ആയവർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവർക്ക് മുകളിൽ എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ട്, അതുവഴി നമ്മളെ നോക്കുന്നുണ്ടാവും. അവരറിയാതെ വേണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. ക്യാരോളിന്റെ വീട്ടിൽ പോയി സംസാരിക്കാത്തതിന്റെ കാരണം ഒരുപക്ഷെ വീടിനുള്ളിൽ അവർ വല്ല റെക്കോർഡിംഗ് ഡിവൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനെയും ചിന്തിക്കാമല്ലോ. ഏതായാലും മാനസോസ് പറയുന്നത് ഒന്നുകിൽ ഈ ആളുകളെ പഴയ പോലെ ആക്കാൻ പറ്റണം, അല്ലെങ്കിൽ അവരുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്, നമുക്ക് എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കേണ്ടി വരുമെന്നാണ്. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞേ, അവരെ അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരാ, വൈറസിൽ അഫക്റ്റഡ് ആയെന്നേ ഉള്ളൂ, അവരാരും മോശക്കാരല്ല. എന്താ ഇത് ക്യാരോൾ, ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചാണോ ഉറുമ്പിനെ കമ്പയർ ചെയ്യുന്നേ? മനുഷ്യന്റെ ആത്മാവിനെ തന്നെ മോഷ്ടിച്ചവരാ അവർക്ക് വേണ്ടിയാ സംസാരിക്കുന്നേ. ഇങ്ങനെ 1-2 പറഞ്ഞ് പിന്നെയും ഇവർ തമ്മിൽ തർക്കമായി. ക്യാരോൾ നേരെ പോയി വീടിനകത്ത് കയറി. വേറെ വഴിയില്ലാതെ മാനസോസും പുറകെ ചെല്ലുന്നുണ്ട്. സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ എവിടെയെങ്കിലും റെക്കോർഡിംഗ് ഡിവൈസോ അങ്ങനെ എന്തെങ്കിലും അവർ വെച്ചിട്ടുണ്ടോ എന്ന് മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട്. ക്യാരോൾ നിന്റെ ഫോൺ എടുത്തേ. ഇവനിങ്ങനെ ഫിംഗർ സ്നാപ്പ് ചെയ്ത് വിളിച്ചത് ക്യാരോളിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഉദ്ദേശം, ഇങ്ങനെ നിനക്ക് വിളിക്കത്തുള്ളൂ?
ഇങ്ങനെയൊക്കെയാണ് രണ്ടിൻ്റെ സ്വഭാവമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയത് തന്നെ. ഏതായാലും കാരോൾ ഫോൺ കൊടുത്തു. അവൻ ട്രാൻസ്ലേറ്റ് ഓൺ ചെയ്ത് റെക്കോർഡിംഗ് ഡിവൈസ് തിരിയുന്ന കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള സർവൈവേഴ്സിനെ പറ്റി, ബാക്കിയുള്ള 11 ആളുകളെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇപ്പം നിലവിലത് 60ാമത്തെ ദിവസമാണ്. ശരിക്കും ഇതും കഴിഞ്ഞൊരു 10-11 ദിവസം കൂടെ കഴിഞ്ഞ് 71ാമത്തെ ദിവസമാണ് കുസിമായു കൺവേർട്ട് ആയത്. നിലവിൽ ഇവരിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു ടൈമിൽ മുഴുവൻ 13 പേര് സ്വബോധത്തോടെ ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും കാരോൾ വീഡിയോ അയച്ചു കൊടുത്തിരുന്നു. ഇതുവരെ മാനുസോസ് മാത്രമേ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തുള്ളൂ. ബാക്കി ആർക്കും ലോകം പഴയ പോലെ ആകണമെന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. മാൻസോസ് തിരിഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ മദ്യക്കുപ്പികളൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ക്യാബിനകത്തുനിന്ന് എന്തോ ഒരു സെൻസർ പോലെ ഒന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവന്റെ സംശയം ശരിയായില്ലേ? കാരോളിന് ഇത് വലിയൊരു ഷോക്കായിരുന്നു. അവരിവളെ രഹസ്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാം അവർ അറിയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ സോഷിയെ വിളിച്ച് എന്താ ഇതൊക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്പൈ ചെയ്തേ, എന്താ ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ കാരോൾ അതൊരു മോഷൻ സെൻസറാണ്, അത് ഞങ്ങളല്ല അവിടെ വെച്ചത്. 2011 നീ നിന്റെ എക്സ് ഫ്രീസ് ചെയ്തില്ലേ, ആ ഒരു ടൈമിൽ നീ മദ്യപിക്കുന്നുണ്ടോന്നറിയാൻ, ആ ഒരു ക്യാബിൻ തുറക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടി അവിടെ മോഷൻ സെൻസർ വെച്ചതാ. സംഭവം ഹെലനാണ് മോഷൻ സെൻസർ വെച്ചത്. കാരോൾ ഇവിടെ വന്ന് ഈ ക്യാബിൻ തുറക്കുന്നുണ്ടോ മദ്യപിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ട്രീറ്റ്മെന്റ് ടൈമിൽ ഇങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെന്റിനെ അഫക്റ്റ് ചെയ്യുമല്ലോ. ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ കാരോളും ഒരുപാട് വിഷമമാവുന്നു. ഇപ്പോൾ ഹെലൻ കൂടെയില്ല. അത് ആലോചിക്കുമ്പോൾ എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. ദെൻ കാരോൾ മാൻസോസിനെ സ്റ്റേ ചെയ്യാൻ തൊട്ടടുത്ത വീട് കൊണ്ട് കാണിച്ചു. ഒടുക്കത്തെ ആത്മാഭിമാനിയായ അങ്ങേര് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഇത് ഇവളുടെ വീട് പോലും അല്ല എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ, ആ പുറത്ത് കിടക്കുന്ന ആംബുലൻസ് നിനക്ക് സ്ത്രീധനം കിട്ടിയതായിരിക്കും അല്ലേ? കിച്ചണിൽ ആവശ്യത്തിന് ഫുഡുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, കുളിക്കാൻ ടവലുണ്ട്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഇവിടെ സ്റ്റേ ചെയ്താൽ മതി, വേറെ വഴിയില്ലല്ലോ. ആംബുലൻസിൽ പോയി കിടക്കുന്നതിലും നല്ലത് ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. ഇതിനും ശേഷം മാൻസോസ് ഓൾറെഡി കൺവേർട്ട് ആയവരെ കോൺടാക്ട് ചെയ്യുന്നു. ഇതുവരെ അവരോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ഇങ്ങേര് ഇപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് സോഷിയോട് സംസാരിക്കണം, കാരോളിനോട് സംസാരിച്ചിരുന്ന വ്യക്തിയോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. കുറേ സമയത്തിന് ശേഷം രാത്രിയൊക്കെ ആയപ്പോഴാണ് സോഷിയുടെ കാർ നമ്മുടെ ഹീറോയിനോട് കാണുന്നത്. ഹീറോയിൻ ഓടി അങ്ങോട്ട് ചെന്നു. ഇതെന്താ ഇത്, എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ ഇവരോട് സംസാരിക്കുമായിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. നീ ഇവളോട് സംസാരിക്കണ്ട, സോഷ്യ എണീക്ക്, വാ പോവാം എന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. മാൻസോസ് ആവട്ടെ കൺവേർട്ട് ആയവരെ കോൺടാക്ട് ചെയ്ത് അടുത്ത ആളെ അയക്കാൻ പറഞ്ഞു. സോഷ്യയുടെ കാര്യത്തിൽ കാരോളിന് എക്സ്ട്രാ കെയർ ആണ്. ഇവളെ വിശ്വസിക്കുന്നതിന്റെ അത്രയൊന്നും മാൻസോസിനെ വിശ്വസിക്കുന്നില്ല. അവന് ചെറിയൊരു പേടിയുമുണ്ട്. ഇപ്പോഴും അവൻ മനുഷ്യൻ തന്നെയല്ലേ, ഇനിയെങ്ങാണോ അവൻ രാത്രി കഥകം തള്ളി തുറന്ന് വന്നാലോ എന്ന പേടി കാരണം പുള്ളിക്കാരി കസേര എടുത്ത് ലോക്കിലോട്ട് അങ്ങനെ കയറ്റി വെക്കുന്നൊക്കെയുണ്ട്. കണ്ടില്ലേ, ഇത്രമാത്രം കാരോൾ മാറി. സോഷ്യ എന്ന വ്യക്തിയോട് അവൾ ഇത്രത്തോളം ക്ലോസ് ആയി. കാരോളും സോഷ്യയുമായിട്ടുള്ള അടുപ്പം, സെക്സ്വലി ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ, ഇതൊക്കെ മാൻസോസിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ആശങ്കയുണ്ടല്ലോ. അവിടെയാണ് കാരോളിനും പേടിയും. മാൻസോസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുമ്പോൾ ഇവർക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സോഷ്യ തൻ്റേത് മാത്രമാണ് എന്നുള്ളൊരു തോന്നലുണ്ട് കാരോളിന്. എന്നാൽ സോഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ലല്ലോ. മാൻസോസ് ആണെങ്കിലും കാരോൾ ആണെങ്കിലും സർവൈവ് ചെയ്തിട്ടുള്ള ബാക്കി 11 പേരാണെങ്കിലും ഇവൾക്കൊരുപോലെയാണ്. അത് പിന്നെ നീ എൻ്റേതാണ് എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാരോൾ സംസാരിക്കുമ്പോൾ സോഷ്യതയെ അവിടെ നിന്ന് എണീറ്റ് തറയിൽ കിടക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കാരോൾ നോക്കി നിൽക്കവേ അവളങ്ങ് വിറയ്ക്കാനും തുടങ്ങി. സോഷ്യ എന്താ സംഭവിക്കുന്നേ, ഞാനതിന് നിന്നോട് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ദേഷ്യപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ചിന്തിക്കുന്നത്. ഇനി മാൻസോസ് വല്ല പണി ഒപ്പിച്ചോ? കാരോൾ ഓടി അങ്ങോട്ട് ചെന്നു. അതെ, അത് തന്നെയാണ് സംഭവം. മാൻസോസ് വേറൊരാളെ വിളിച്ചു വരുത്തി അങ്ങേരോട് ദേഷ്യപ്പെട്ടു. ഇവരൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയം റേഡിയോ എടുത്ത് നേരത്തെ ഇവൻ നോട്ട് ചെയ്തിരുന്ന ആ ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ചാനലിലൂടെയാണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോഴേക്കും ഇവരൊക്കെ നോർമലായി വന്നു. എന്നാൽ മാൻസോസ് പിന്നെയും അവർക്ക് നേരെ അലച്ചു. വീണ്ടും പഴയ പോലെ ഇവരെല്ലാം സ്റ്റക്കായി. ഇങ്ങനെ ചെയ്യുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള എത്രമാത്രം ആളുകൾ മരിക്കും. കാരോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും മാൻസോസ് മൈൻഡ് ചെയ്തില്ല. റേഡിയോ ആ ഒരു വ്യക്തിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അയാളോട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ റിക്? ഈ ശരീരത്തിനുള്ളിൽ നീ ഉണ്ടെന്ന് എനിക്കറിയാം. ഫൈറ്റ് ചെയ്യ്, ഈ വൈറസിനോട് ഫൈറ്റ് ചെയ്ത് പുറത്തു വാ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ, ഇവർ പഴയ പോലെ ആകുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലുള്ള സമയം കൊടുക്കാതെ കാരോൾ ഗൺ എടുത്തുകൊണ്ട് വന്ന് ഷൂട്ട് ചെയ്തിട്ട് മാറി നിൽക്കുക. മാൻസോസിന് ഇങ്ങനെ തോന്നുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. മാൻസോസിന് ഈ കൺവേർട്ട് ആയിരിക്കുന്നത് മനുഷ്യരാണ്, ഇവരെ കൊല്ലാൻ പാടില്ല അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഏത് വഴി പ്രയോഗിച്ചിട്ടാണെങ്കിലും എല്ലാം പഴയ പോലെ ആക്കാൻ ശ്രമിക്കുക എന്ന മട്ടാണ്. കാരോളിന് എന്തായാലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവർ അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ഇവരും മനുഷ്യരാണ്, അവർക്ക് ദോഷമാകുന്ന ഒന്നും ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഒരല്പസമയം കഴിഞ്ഞ് സോഷ്യ ഓക്കെ ആയി എണീറ്റ് വന്നു. കാരോൾ അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോഴേക്കും കാരോളിന് കോൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കാരോളിനെ വിളിച്ച് തെറി പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, ലക്ഷ്മി ചേച്ചി, ഇതൊക്കെ കാരോളിന്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് അവളെ ഓരോന്ന് പറഞ്ഞു. കാരോളും വായി തോന്നിയത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ആൻഡ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഇവർക്ക് മാൻസോസിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇടേണ്ടി വരും. അയാൾ ഇവരെ പഴയ പോലെ കൺവേർട്ട് ആക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് വീണ്ടും ഇവരെല്ലാം ഈ ഒരു ടൗൺ വിട്ടു പോവാണ്. പോകുന്നതിന് മുമ്പ് സോഷ്യ കാരോളിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മാൻസോസ് എവിടെ? അവനിവിടൊക്കെ തന്നെയുണ്ട്, സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്. ഓക്കെ, പിന്നെ കാരോൾ, മാൻസോസ് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യാൻ പോവാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ ആയതിൽ അവനോട് സോറി പറയണം എന്നും പറഞ്ഞ് സോഷ്യ തിരിച്ചുപോയി. അതിരിക്കട്ടെ, മാൻസോസ് എവിടെ? കാരോൾ അവനെ എന്താണ് ചെയ്തത്?
പിടിച്ച് കാറിന്റെ ഡിക്കിയിലാക്കിയിരുന്നു. വാ വാ ഇറങ്ങി വാ, അവരെല്ലാവരും ടൗൺ വിട്ടു പോവാ. ഇത് ഞാൻ നിന്നോട് ആദ്യമേ പറയാൻ ശ്രമിച്ചിരുന്നു. മാനസോസ് പറയുന്നതാവട്ടെ അതൊന്നും ഒരു കുഴപ്പമല്ല. ഇപ്പോൾ എനിക്ക് അവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്കിത് പഴയ പോലെ ആക്കാൻ പറ്റും, എല്ലാവരെയും ചേഞ്ച് ചെയ്യാം കാരോൾ, നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എന്തൊക്കെയോ കൂടുതൽ കാര്യങ്ങൾ മാനസോസിന് മനസ്സിലാക്കാൻ പറ്റി, അവരെ വീണ്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും കാരോളിന് എന്തോ ഇവന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ ഒട്ടും മനസ്സില്ല. അതായത് പുള്ളിക്കാരിക്ക് അവരെ വിട്ടുമാറി നിൽക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. സോഷ്യയുടെ കൂടെ പോയി അവളോടൊപ്പം ജീവിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം. ഈ മാനസോസ് ഈ രീതിയിലൊക്കെ ചെയ്യാൻ പോയത് കൊണ്ട് എത്രത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ടാവും. ഇനിയും ഇവൻ പറയുന്നതൊക്കെ കേട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ റിപ്പീറ്റ് ആയാലോ? ആദ്യമൊക്കെ കാരോളിന് ഇതെല്ലാം പഴയ പോലെ ആക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പോകെ പോകെ അതൊക്കെ അങ്ങ് മാറി, അല്ലെങ്കിൽ ആ ആഗ്രഹം കുറഞ്ഞു. ഇപ്പോൾ സോഷ്യയോട് വല്ലാത്തൊരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയ പോലെ. ഇതിപ്പോൾ അവൾക്കൊരു കംഫർട്ട് സോൺ ആണല്ലോ. കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല, സ്ട്രെസ് എടുക്കേണ്ടി വരുന്നില്ല. സോഷ്യയോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാം. എന്തിനും ഏതിനും എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തു കൊടുക്കാൻ ആളുണ്ട്. ഇതിലും കംഫർട്ടബിൾ ആയിട്ടൊരു ലൈഫ് കിട്ടില്ല. സോ വൈ നോട്ട്? പണിയെടുക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? മാനസോസിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി കാരോൾ ടൗണിൽ നിന്ന് പോവാണ്. ദെൻ കാരോളും സോഷ്യയും വെക്കേഷനൊക്കെ പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ കാരോൾ വായിക്കുന്ന ബുക്ക് ഒന്ന് ശ്രദ്ധിച്ചോ? ഉർസുലയുടെ ദ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ഡാർക്ക്നെസ്. ഇതൊരു സൈഫൈ നോവലാണ്. ഈ സീരീസുമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഈ ഒരു ജെൻഡർ പൊളിറ്റിക്സിലേക്കൊക്കെ വരുമ്പോൾ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, അത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാമല്ലോ. അവരൊക്കെ ഒന്ന് വായിച്ചിരിക്കേണ്ട ബുക്കാണിത്. സംഭവം ഇത്രേ ഉള്ളൂ. ഒരാളൊരു ഏലിയൻ പ്ലാനറ്റിൽ എത്തിപ്പെടുന്നു. അവിടുത്തെ കൾച്ചർ ഭയങ്കര ഡിഫറൻ്റ് ആണ്. നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതിയല്ല. അവിടുത്തെ ജെൻഡർ ഡിഫറൻ്റ് ആണ്. ജെൻഡർ ഡിഫറൻ്റ് എന്നതിലുപരി ആ ഒരു ജെൻഡർ ഡിഫറൻസ് ആളുകൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് ലോകം എന്ന് പറയാം. ജെൻഡർ വ്യത്യാസമില്ലാത്ത എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ലോകം. ആൻഡ് ബൈ ദ വേ, ഫെമിനിസം എന്ന് പറയുന്നത് ആൺവിരോധമല്ല. ഇന്ന് ഒരുപാട് പേർക്ക് ഇങ്ങനെ ആൺവിരോധം പെൺവിരോധം ഒക്കെ ഉണ്ട്. അതേപോലെ ജെൻഡർ രണ്ട് മാത്രമേ ഉള്ളൂ, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്ന് ഭയങ്കര കോൺഫിഡൻസോടെ സംസാരിക്കുന്നവരൊക്കെ കാണാം. ഇതിലൊക്കെ ചെറിയൊരു ക്ലാരിറ്റി വരുത്താനും സൊസൈറ്റി, കൾച്ചർ, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ബുക്കാണിത്. സൈഫൈ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സൈറ്റിൽ നിന്നാണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സെർച്ച് ചെയ്താൽ മതി, ദ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ഡാർക്ക്നെസ്. അധികം ടെൻഷൻസ് ഒന്നും ഇല്ലാതെ കാരോൾ ഇപ്പോൾ ജീവിതം ഇങ്ങനെ ആസ്വദിക്കുവാണ്. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ടെൻഷനും ഇല്ലാത്ത സമാധാനപരമായ ഒരു ജീവിതം. ആരും ആരുടെയും പേഴ്സണൽ കാര്യത്തിലൊന്നും കയറി ഇടപെടുന്നില്ല. ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞ് മറ്റൊരുത്തിന്റെ ജീവിതത്തിൽ കയറി ചൊറിയുന്നില്ല. സ്വസ്ഥം, സമാധാനം, സന്തോഷം. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന പേഴ്സന്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അങ്ങനെ ഒരു ദിവസം സോഷ്യയോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ കാരോളിന്റെ സ്റ്റെം സെൽസ് ഓൾറെഡി അവർക്ക് കിട്ടി എന്നുള്ള കാര്യം പറയുന്നത്. അതെങ്ങനെ? ഇവളുടെ കൺസെന്റ് ഇല്ലാതെ, ഇവള് സമ്മതിക്കാതെ എങ്ങനെ ഇവളുടെ സ്റ്റെം സെൽസ് അവർക്ക് കിട്ടി? സ്റ്റെം സെൽസ് അവർക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായും നമ്മുടെ കാരോളിനെ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. കാരോൾ ആകെ അങ്ങ് പേടിക്കുന്നുണ്ട്. എങ്ങനെ കാരോളിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന ചോദ്യത്തിന് സോഷ്യ ഉത്തരം കൊടുക്കുന്നില്ല. അവൾ മിണ്ടാതിരുന്നു. അവൾ പറയാതെ തന്നെ കാരോളിന് കാര്യം മനസ്സിലായി. ഇവളുടെ എക്സ് ഹെലനും കാരോളും എക്സ് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിരുന്നല്ലോ. അത് മാത്രം മതി. അതുപയോഗിച്ച് നമ്മുടെ കാരോളിനെ ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് കാരോളിന് സഹിക്കാൻ പറ്റിയില്ല. സോഷ്യയെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് ഇവളോടൊപ്പം ഇങ്ങനെയൊക്കെ വന്നത്. കാരോൾ ഇപ്പോഴും പച്ചയായ മനുഷ്യനല്ലേ, വിശ്വസിച്ച് പോവും. ഇപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയതും കാരോൾ തിരിച്ചു പോവാണ്. മാനസോസ് ആണ് ശരി. അയാളുടെ കൂടെ വർക്ക് ചെയ്ത് എല്ലാം പഴയ പോലെ ആക്കാൻ ശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഹെലികോപ്റ്ററിൽ ഒരു കണ്ടെയ്നർ ഒക്കെ കണക്ട് ചെയ്ത് അതുമായിട്ട് നമ്മുടെ കാരോൾ തിരിച്ചു പോകുന്നു. സോഷ്യയെ വിട്ടുപിരിയേണ്ടി വന്നതിൽ ഇവൾക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും ഇനിയും അവരെ വിശ്വസിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് താൻ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണെന്ന് ഇവൾക്ക് മനസ്സിലായി. സോഷ്യയ്ക്കും വിഷമമുള്ള പോലെയാണ് പുള്ളിക്കാരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത് ഏത് തരത്തിൽ നിന്നുള്ളതാണ് ചോദ്യം. ഏതായാലും മാനസോസിന്റെ തീരുമാനങ്ങളാണ് ശരി. ഇനി അങ്ങോട്ട് അയാളുടെ പ്ലാൻസ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമ്മുടെ കാരോളും തീരുമാനിച്ചു. കാരോൾ, എന്താ ഇതിനകത്ത് എന്താ? പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ചാണ്. ഇനിയിപ്പോൾ മാനസോസും കാരോളും ഒരുമിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് കണ്ടറിയേണ്ടത്. മാനസോസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് എന്താണ് അദ്ദേഹത്തിന് മുന്നോട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെ അവരെ മാറ്റാൻ പറ്റും, അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആൻറ്റിഡോട്ട് ആവശ്യമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സീസണിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. മൈ ഡിയർ സുഹൃത്തുക്കളെ, നിങ്ങളുടെ തിയറീസ്, ഫാൻ തിയറീസ്, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ നമ്മൾ ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞത് ഇന്നും ഒരുപാട് പേര് കരുതുന്നുണ്ട് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, മൃഗങ്ങളിലേക്ക് നോക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെ, അതാണ് എനിക്കും പറയാനുള്ളത്. മൃഗങ്ങളിലേക്ക് നോക്കൂ, ആണും പെണ്ണും മാത്രമല്ല, മറ്റൊരുപാട് ജെൻഡേഴ്സ് ഉണ്ട്, ഒരുപാട് ഐഡന്റിറ്റീസ് ഉണ്ട്. ഇതൊന്നും എടുത്ത് തലേ വെച്ചുകൊണ്ട് നടക്കാൻ ആരും പറയുന്നില്ല. പല മൂവീസിലും സീരീസിലും ഒക്കെ ഈ വക കാര്യങ്ങൾ, എന്തെങ്കിലും ലെസ്ബിയൻ ഓർ ഗേ റിലേഷൻഷിപ്പിനെ പറ്റി കാണിക്കുമ്പോൾ എപ്പോഴും ഒരു 4-5 നെഗറ്റീവ് കമന്റ്സ് അവിടെ വരാറുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാവരും മനുഷ്യരാണ്. ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് കയറി മറ്റൊരാൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ഉള്ള മനുഷ്യരാണ്. ആ ഒരു സെൻസിൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റട്ടെ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചില പ്രധാനികൾ എന്നെ പിടിച്ച് അവരുടെ കൾട്ടിന്റെ വിരോധിയാക്കി. ആ ഒരു പെർട്ടിക്കുലർ കൾട്ടിനെ ഞാൻ എതിർക്കുന്നു എന്നൊക്കെ പല കമന്റ്സും പല പോസ്റ്റുകളും കണ്ടു. അതിനൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രതികരിച്ച് ആ ഒരു തരത്തിൽ റീച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മുടെ പ്ലൂറിബസിന്റെ ഫസ്റ്റ് സീസൺ മിക്സഡ് റിവ്യൂസ് ആണ്. ആദ്യത്തെ 2 എപ്പിസോഡുകൾ കണ്ട് അതുപോലെ ആയിരിക്കും എന്ന് കരുതി അങ്ങനെയല്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. വർക്കൊക്കെ
ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ഒരു കട്ടനൊക്കെ കുടിച്ച് നൈസായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു സാധനമാണെന്ന്. എല്ലാ എപ്പിസോഡിലും കഥയിൽ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവണം, എങ്ങനെയെന്ന് പെട്ടെന്ന് അറിയണം, ആ ഒരു തരത്തിലോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് ചിലപ്പം ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഒരു സീസണല്ലേ ആയുള്ളൂ, ബാക്കി വരട്ടെ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നല്ലൊരു കഥയുമായി വീണ്ടും കാണാം.